ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മഹിമ ഏർപ്പാടാക്കിയ ആൾ മഹിമയോട് പറയുന്നുണ്ട് തങ്ങളുടെ പ്ലാൻ എന്താണെന്ന്. രവിയെയും സച്ചിയൊക്കെ വിളിച്ച് ഊണിന് ഇരുത്തിയിട്ട് വിളമ്പി കഴിയുമ്പോഴത്തേന് അവിടുന്ന് എഴുന്നേൽപ്പിക്കണം. അങ്ങനെ ഊണിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിൻ്റെ പകരമായിട്ട് സച്ചിക്ക് ദേഷ്യം വരും. അങ്ങനെ അടിയാകും, ബഹളമാകും, അത് നമുക്കങ്ങ് മൂപ്പിച്ചെടുക്കാമെന്നൊക്കെ പറയും. അപ്പം മഹിമ പറയും ശരി, ഇനി അത് മതി, വേറെ പ്ലാനൊന്നും വേണ്ടെന്ന് പറയും. എന്നിട്ട് അവർ ചെന്ന് രവിയെയും സച്ചിയൊക്കെ ക്ഷണിക്കുന്നുണ്ട്. വാ ഉണ്ണാൻ വാ എന്ന് പറഞ്ഞ്, നിങ്ങളെ നോക്കണമെന്നൊക്കെ പറഞ്ഞ് ചേച്ചി പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ വാ എന്ന് പറയുന്നുണ്ട്. സച്ചി ആദ്യം വരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇവരൊത്തിരി നിർബന്ധിക്കുമ്പോൾ അശോകൻ പറയും വാ നമുക്ക് പോയിരിക്കാമെന്ന് പറഞ്ഞ് ഇവരെ ഒക്കെ വിളിച്ചുകൊണ്ട് അവസാനം പോയിരിക്കുകയാണ് കഴിക്കാനായിട്ട്. ആ സമയത്ത് മധുസൂദനൻ വന്ന് മഹിമയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മഹിമയെ നീ പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ എന്ന് പറയും. നോക്കിക്കോ അതുമായിട്ട് നോക്കി, ഞാൻ ഒരു പ്ലാൻ വേറൊരെണ്ണം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതിപ്പം വർക്കൗട്ടാകും. സച്ചിയും രവിയൊക്കെ ഇപ്പം വിളിച്ചിരുത്തി ഊണ് വിളമ്പി കഴിഞ്ഞിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടും. അപ്പം പിന്നെ പ്രശ്നമാകുമല്ലോ, അതൊരു പ്രശ്നത്തിലേക്ക് വരും. നോക്കിക്കോ, നമ്മളിന്ന് തന്നെ ശ്രീകാന്തിനെയും വർഷയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന് പറയും. എന്നിട്ട് ഇവർ വന്ന് നോക്കുമ്പോഴത്തേന് ഇവരെ രണ്ടുപേരെയും കൂടെ വിളിച്ച് ഇരുത്തി ആഹാരം കൊടുക്കാനായിട്ട് ആ കൂടെയുള്ളവർ ഇരുത്തുന്നതൊക്കെയാണ് കാണുന്നത്. അത് കാണുമ്പോഴത്തേന് മഹിമയ്ക്ക് തൃപ്തിയാകുന്നുണ്ട്. അന്നേരം മഹിമയെ നോക്കി രവി വിളിക്കുന്നുണ്ട്, മഹിമയെ വന്ന് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു. ഉടനെ പറയും നിങ്ങൾ കഴിച്ചോ ചേട്ടാ, ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ, കഴിക്കാനൊക്കെ പറയും. അപ്പം മഹിമ നോക്കിയിരിക്കുകയാണ് ഇവർക്ക് ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നത്. അന്നേരം സച്ചി പറയുന്നുണ്ട്, എന്തായാലും കറിയൊക്കെ കണ്ടപ്പോഴേ അറിയാം അച്ഛാ, നല്ല ഊണാന്ന് തോന്നുന്നു എന്നൊക്കെ പറയും. അന്നേരം ഇവർ 3 പേരുടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നാണ് ഊണ് കഴിക്കാനായിട്ടിരിക്കുന്നത്. അപ്പം മധുസൂദനൻ വന്ന് നോക്കുന്നുണ്ട് ഇവരെ ഇരുത്തിയിരിക്കുന്നതൊക്കെ. ഇവരെ അവിടുന്ന് പൊക്കുന്നത് കാണാനായിട്ട് ഇവർ രണ്ടുപേരുടെ വന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് കാണുന്നത് രവിയും സച്ചിയായിരിക്കുന്നോടത്ത് ഇരിപ്പില്ല. അതിന് പകരം വേറെ 2 കുട്ടികളാണ് ഇരുന്ന് കഴിക്കുന്നത്. അത് പുറത്തൂടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടികൾ. അന്നേരം അവർക്ക് കൊണ്ടുവന്ന് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നത് സച്ചിയും രവിയുമാണ്. അന്നേരത്തേന് മഹിമയോട് ചോദിക്കുന്നുണ്ട് മധുസൂദനൻ, എന്താ മഹിമ ഈ കാണുന്നത്? ഞങ്ങൾ കുറച്ച് മുമ്പേ വന്ന് നോക്കിയപ്പോഴും കണ്ടതായിരുന്നല്ലോ ഇവരവിടെ ഇരിക്കുന്നതെന്ന് പറയും. എന്നിട്ട് ഉടനെ വന്ന് മഹിമ ആ പിള്ളേരെ വലിച്ചു പൊക്കാനൊക്കെ നോക്കുന്നുണ്ട്. നിങ്ങളെന്തിനാണ് ഇവിടെ വന്നിരുന്നത്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പിള്ളേരല്ലേ എന്നൊക്കെ. അപ്പം സച്ചിൻ രവിയും പറയുന്നുണ്ട്, ആ കുട്ടികൾ കുറച്ച് ദിവസമായി ആഹാരം കഴിച്ചെന്ന് മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും, അവർ കഴിക്കട്ടെ എന്നൊക്കെ പറയും. അന്നേരത്തേനുടനെ പിള്ളേർ സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുകയാണ്. സച്ചി ഇങ്ങനെ ഇവരെ സൂക്ഷിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മഹിമയുടെ പുറകെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ട്, എന്നാലും നമ്മുടെ പ്ലാൻ നടന്നില്ലല്ലോ എന്ന്. സച്ചി അത് കേൾക്കുന്നുണ്ട്. പ്ലാനോ, എന്താ പ്ലാനെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴത്തേന് പറഞ്ഞ ആളങ്ങ് വിരൽ കാണാം. ഉടനെ മഹിമയിൽ നിന്ന് തടി തപ്പുന്നുണ്ട്, എന്താ പറയേണ്ടതെന്നൊക്കെ അറിയത്തില്ല. അത് എന്താ ഞങ്ങൾ കഴിക്കാത്തതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾ കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചിട്ട് കഴിച്ചില്ലേ, എന്നാൽ പിന്നെ ഈ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ് സച്ചി ആ കെറ്റിൽ സഹിതം എടുത്ത് ഇവരുടെ നേരെ നീട്ടുന്നുണ്ട്. അത് കാണുമ്പോഴത്തേന് മഹിമയെ അങ്ങ് പേടിച്ചു പോകുന്നുണ്ട്. മഹിമ ഉടനെ തന്നെ വാ മധു ഏട്ടാന്ന് പറഞ്ഞ ഉടനെ തന്നെ പോകും. പിന്നെ വർഷയും ശ്രീകാന്തോട് ഇരുന്ന് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ് കാണിക്കുന്നത്. കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് എന്തായാലും നല്ല ഫങ്ഷനൊക്കെ ആയിരുന്നു, നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെ സന്തോഷിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, നാണമൊക്കെയാണ് വർഷയ്ക്ക്. അന്നേരം പറയും ഇനി എന്നാ ഇതുപോലൊരു ഫങ്ഷനൊക്കെ പങ്കെടുക്കുന്നത് എന്ന് പറയുമ്പോഴത്തേന് കൂട്ടുകാരി പറയും ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് മതിയെന്ന്. അത് കേൾക്കുമ്പോൾ വർഷ അങ്ങ് നാണത്തോടുകൂടി ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. ശ്രീകാന്തിനും ഒരു നാണമൊക്കെ വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയും ഫാമയും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ്. വർഷയെ വിളിച്ച് അതുപോലെ തന്നെ ശ്രുതിയെയും കൂടെ വിളിച്ചിട്ട് കണ്ണുദോഷത്തിൻ്റെ ഇതൊക്കെ മാറ്റണമെന്നൊക്കെ പറയുന്നുണ്ട് ഫാമ. അപ്പോഴത്തേന് ചന്ദ്രമതി പറയും അവളെ ഒന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ എടുക്കാൻ ഫാമ പറയുന്നുണ്ട് ശ്രുതിയെയും വർഷയും വിളിച്ചുകൊണ്ട് വാ രേവതി, അവർക്ക് കണ്ണുദോഷത്തിൻ്റെ അതൊക്കെ നടത്തണം, അതുകൊണ്ട് പൂജ നടത്താൻ വേണ്ടിയാണ് വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഉടനെ തന്നെ ഇവർ രേവതി അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് മീരയും ശ്രുതിയും കൂടി ഇരുന്ന് ടെൻഷൻ അടിച്ച് സംസാരിക്കുന്നതാണ്. അമ്മ ഇനി ബഹളം ഉണ്ടാക്കും, അച്ഛൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് രേവതി അങ്ങോട്ട് വന്നിട്ട് പറയും അമ്മ അന്വേഷിക്കുന്നു, അങ്ങോട്ട് വാ, കണ്ണുദോഷത്തിൻ്റെ ഇതൊക്കെ മാറ്റാനായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറയും. കൂട്ടുകാർ പറയും നീ മാലയൊക്കെ ഇട്ടണം അങ്ങോട്ട് വരാൻ പറയും. ഇവർ രണ്ടുപേരുടെ ടെൻഷൻ അടിച്ച് പോകാൻ ഇറങ്ങുകയാണ്. പിന്നെ കാണിക്കുന്നത് വർഷയുടെ കൂട്ടുകാരിലവിടെ കൂടി ഇരുന്ന് മാലയൊക്കെ അഴിച്ചു വെക്കുന്നതും സ്വർണ്ണം എല്ലാം അഴിച്ചൊക്കെ വെക്കുകയാണ്.
അന്നേരത്തേന് ശ്രീകാന്തും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ വർഷ ഉള്ള സ്വർണ്ണം എല്ലാം ഊരി വെക്കും. അന്നേരം മാല ഊരി വെച്ചിട്ട് സ്വർണ്ണങ്ങളെല്ലാം കൂടെ പെട്ടിയിലൊക്കെ ആക്കിയിട്ട് പോകാൻ തുടങ്ങും. ഒരു വലിയമ്മ വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ആൻറ്റി എങ്ങനെ അമ്മ എല്ലാം കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് വർഷ ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കും. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, നിനക്ക് അമ്മയെ അറിയാവോ നിൽക്കി? എനിക്കൊന്നും അറിയത്തില്ല, പിന്നെ സംസാരിച്ചപ്പോൾ അങ്ങ് സംസാരിച്ചെന്നേ ഉള്ളെന്ന് പറഞ്ഞ് വർഷ കൂളായിട്ട് നിന്നിട്ട് ആ പെട്ടിക്കകത്ത് സ്വർണ്ണം എല്ലാം എടുത്ത് ശ്രീകാന്തിനെ കൊണ്ട് അലമാരിക്കകത്ത് വെച്ച് പൂട്ടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവരുടെ മാല, ഊരി വെച്ചിരുന്ന മാലയിൽ വർഷയുടെ ചെയിൻ മാല അതിനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട്. അന്നേരം ശ്രുതിയെ അന്വേഷിച്ച് വന്ന പോലെ തന്നെ രേവതി വർഷ അന്വേഷിച്ച് മുറി വരുമ്പോഴത്തേനാണ് മാലയ്ക്കകത്ത് ഈ സ്വർണ്ണ ചെയിൻ കുടുങ്ങി കിടക്കുന്ന കാണുന്നത്. ഉടനെ അയ്യോ അതിനകത്ത് കുടുങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞ് രേവതി ആ മാലയ്ക്കകത്ത് നിന്ന് ആ സ്വർണ്ണമാല ഊരിയെടുക്കുകയാണ്. പൂമാല കുരുങ്ങി കിടക്കുകയാണ്. ആ സമയത്താണ് മധുസൂദനൻ അങ്ങോട്ട് വരുന്നത്. നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്? ഞാൻ ഇങ്ങോട്ട് വർഷ അന്വേഷിച്ച് വന്നതായിരുന്നു. ആ സമയത്താണ് പൂമാലയ്ക്കകത്ത് ഇങ്ങനെ സ്വർണ്ണ ചെയിന് കുടുങ്ങി കിടക്കുന്നുണ്ട്, അപ്പോൾ അത് അഴിച്ചെടുക്കുകയായിരുന്നു പറയും. അന്നേരത്തേനും ഉടനെ അയാൾ തീരുമാനിക്കുകയാണ് ഇത് വെച്ചൊരു പ്ലാൻ ഉണ്ടാക്കണമെന്ന്. നീ മോഷ്ടിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതിയോട്. അപ്പോൾ രേവതി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ പറഞ്ഞെന്ന്. നിങ്ങളെന്താ ഈ പറയുന്നതെന്ന് ചോദിക്കും. അല്ല, നീ മോഷ്ടിക്കാൻ തന്നെ കയറിയതായി മുറിക്കകത്ത്. എൻ്റെ മോളുടെ സ്വർണ്ണം നീ മോഷ്ടിക്കുകയല്ലായിരുന്നോടി എന്നൊക്കെ ചോദിച്ചാൽ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. രേവതി അങ്ങ് പെട്ടുപോവുകയാണ്. എന്ത് പറയണമെന്നിട്ടും അയാൾ കേൾക്കത്തില്ല. മഹിമ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. അന്നേരം മഹിമ അങ്ങോട്ട് കയറി വരുമ്പോഴത്തേന് മഹിമയോട് കണ്ണ് കാണിക്കുന്നുണ്ട് മധുസൂദനൻ. ഇവർ ഒരു പ്ലാനും ഏറ്റില്ലല്ലോ, അന്നേരത്തേന് ഈ പ്ലാനെങ്കിലും ഏൽപ്പിക്കാനായിട്ട്. അതുകൊണ്ട് ഇവൾ നമ്മുടെ മോളെ ചെയിൻ മോഷ്ടിച്ച് കണ്ടില്ലേ എന്ന് ചോദിച്ച് നോക്കുമ്പോൾ മഹിമയും കാണുന്നുണ്ട് രേവതിയുടെ കയ്യിലിരിക്കുന്ന മാല. നീ എൻ്റെ മോളുടെ സ്വർണ്ണം മോഷ്ടിക്കാൻ കയറിയത് അല്ലേടി എന്ന് ചോദിച്ചു ഭയങ്കര ബഹളമാണ് അവിടെ കിടന്ന്. രേവതി എന്തെല്ലാം പറഞ്ഞിട്ടും ഇവരാരും കേൾക്കുന്നേ ഇല്ല. അന്നേരം പുറത്ത് നിൽക്കുന്നവർക്ക് ഈ സൗണ്ടൊക്കെ കേൾക്കാം. അന്നേരം ചന്ദ്രമതിയും ഫാമയും ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ ഒരു പ്രശ്നം നടക്കുന്ന പോലെ, എന്താ അവിടെ എന്നൊക്കെ ചോദിക്കും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് നോക്കാൻ പോകും. ശ്രുതിയും സുധിയും എല്ലാം അവിടുത്തെ ബഹളം കേൾക്കുന്നുണ്ട്. അവരും പറയുന്നുണ്ട് എന്തായിരിക്കും അവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ, എന്തോ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ട് പോവുകയാണ് നോക്കാനായിട്ട്. അപ്പം വർഷ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമ്മളുടെ ഏർപ്പാടാക്കിയ ആൾ വല്ലതും ആണോ എന്ന് ചോദിക്കുക. അവൻ പോയി നേരത്തെ എന്ന് പറയും. ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മ എന്നെ വെച്ചേക്കില്ലെന്നൊക്കെ. അപ്പോൾ രേവതിയെ അവർ നിർത്തി അങ്ങ് പൊരിക്കുകയാണ്. നീ മോഷ്ടിച്ചതാണ് തന്നെയാണെന്ന് പറഞ്ഞു. രേവതിക്ക് ഒന്നും പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ലെന്ന് പറയുമ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.